ഞാൻ 40s ജീവിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ കാലത്ത് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. ഒരു പക്ഷേ ഷിബു സാറിനെ പോലെ ഒരാൾ അന്ന് പരിചയത്തിലോ അല്ലെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യാനോ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ടാലൻറ്റഡ്സ് ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. ഈ കരിയർ ഗൈഡൻസിൻ്റെയും സാറ് പറഞ്ഞ മാത്തമെറ്റിക്സിൻ്റെയും ഇമ്പോർട്ടൻസ് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ക്ലാസ്സിൽ ഏറ്റവും പിൻബെഞ്ചിൽ ഹൈറ്റ് കൂടിയ ആൾക്കാരന്ന് പിന്നിലായിരുന്നത്, ഏറ്റവും പിൻബെഞ്ചിലിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ മാത്സ് ഇഷ്ടമായിരുന്നു. ഞാനും സാറ് പറഞ്ഞതുപോലെ മാത്സ് പഠിച്ച് വന്ന ആളാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ എത്തിത്തീർന്നത്. അതുകൊണ്ട് നമ്മൾ രക്ഷകർത്താക്കളാണ്. ഈ കുട്ടികളെന്ന് പറയുന്നത് നല്ലൊരു ഒരു വയൽ പോലെയാണ്. അവിടെ എന്തൊക്കെ വളമിടുന്നു, എന്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ഭൂമി നമുക്ക് തിരിച്ചു തരും. അതുപോലെ രക്ഷകർത്താക്കൾ എന്താണോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അവർ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിൽ ആ കുട്ടിയുടെ ഇഷ്ടത്തിന്. ഞാൻ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് 42ഓളം എൻട്രൻസ് ഉണ്ടെന്ന്, 42ഓളം ടാലൻറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് അറിയില്ല, ഞാൻ കരുതിയത് MBBS-ഉം JEE മാത്രമാണ്, നീറ്റും JEE ആണ് എൻട്രൻസിൻ്റെ ഭാഗമെന്നാണ്. അപ്പോൾ അത്തരം അറിവുകൾ ഞാൻ സാറിനെ പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു നല്ല സ്കൂള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ എനിക്ക് സാറിൻ്റെ സ്കൂളാണ് വന്നത്. സുധീർ കുറച്ചുകൂടി നമ്മുടെ കമ്മിറ്റിയിലുള്ള സുധീർ എന്നോട് പറഞ്ഞിരുന്നു സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. പക്ഷേ ഒരു ഭാഗ്യം പോലെ സാറ് എൻ്റെ മുന്നിലേക്ക് വരിക. ഞാൻ സാറിനെ തിരക്കി പോകുന്നതിന് മുമ്പേ സാർ എന്നെ തിരക്കിയാണ് വന്നത്, ഇതിലൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സാറിനോട് ഈ വിവരം പങ്കുവെച്ചു. ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, ഇനി KMJയിൽ ചേർക്കണോ MDMൽ ചേർക്കണോ, കൺഫ്യൂഷനുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ കുട്ടികളെ സാറിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പം എൻ്റെ ജോലി ഇതൊന്നും അല്ല, ഞാൻ പറയാൻ വന്നത് അതല്ല. എൻ്റെ ഈ 5 കുട്ടികൾ 14 ലക്ഷത്തോളം പേര് എഴുതിയ പരീക്ഷയിലാണ് അവർ വിന്നേഴ്സായിരിക്കുന്നത്. അവരെ അനുമോദിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാന കർത്തവ്യം. നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ടാലൻറ്റഡ്സായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തും.